ഹലോ ഗേയ്സ്, ഇന്ന് നമ്മൾ ചട്ടിപ്പറമ്പ് ചന്തൻ്റെ കന്നുകാലിച്ചന്തൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണേ. സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും നമ്മൾ ഈ വീഡിയോയുമായി മുന്നോട്ട് പോകും. നിരവധി ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നതാണ്. ചട്ടിപ്പറമ്പ് ചന്തൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന നല്ല മോരിക്കുട്ടികളും കാളക്കുട്ടികളും പോത്തും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതൊരു വലിയ പോത്താട്ടോ. ഇത് ഒരു മുറ വിഭാഗത്തിൽപ്പെട്ട പോത്താണ്. നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു പോത്താട്ടോ. ഈ പോത്ത് ഏകദേശം ഒരു 6 കിൻഡലുണ്ട് എന്നാണ് ഈ പോത്തിൻ്റെ ആൾ പറയുന്നത് കേട്ടോ. അല്ല, അതിൻ്റെ ആ നിൽപ്പും അതിൻ്റെ ഒരു പ്രൗഢി ഒക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി തന്നെ അതിൻ്റെ ആകാര ഭംഗി തന്നെ ഒരു ആനയുടെ തലയെടുപ്പോടെയാണ് ആ പോത്ത് നിൽക്കുന്നത് കേട്ടോ. ആ പോത്ത് അതുപോലത്തെ നിരവധി പോത്തുകളുണ്ട് കേട്ടോ ഇവിടെ. ഈ പോത്ത് മാത്രമല്ല, നിരവധി പോത്തുകളുണ്ട്. ഇന്ന് വന്നതിൽ വെച്ച് ഏറ്റവും ഒരു തലയെടുപ്പ് ഒരു മുൻതൂക്കം ഉള്ളത് ഈ പോത്തിനാട്ടോ. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കും കോട്ടക്കലിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഈ ചട്ടിപ്പറമ്പ്. ചട്ടിപ്പറമ്പ് ചന്ത, കന്നുകാലിച്ചന്ത നടക്കുന്നത് എല്ലാ ഞായറാഴ്ചകളിലും പുലർച്ചെയാണ് കേട്ടോ. പുലർച്ചെ തുടങ്ങിയ 2 മണി വരെയാണ്. ഇത് ജാഫറാബാദി ഇനത്തിൽപ്പെട്ട ഒരു പോത്താട്ടോ. ഇത് ഏകദേശം ഒരു 4 കിൻഡൽ 5 കിൻഡൽ ഉണ്ടെന്നാണ് ഇതിൻ്റെ ഓണർമാർ പറയുന്നത് കേട്ടോ. നല്ല അടിപൊളി ജാഫറാബാദി ഇനത്തിൽപ്പെട്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഒരു പ്രത്യേക ടൈപ്പ് പോത്തുകളാട്ടോ. നല്ല സൈലൻ്റ് സ്വഭാവത്തിൽപ്പെട്ട പോത്തുകളാണ്. ഇത് നല്ല വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു മൂരിക്കുട്ടിയാണ് കേട്ടോ. നല്ലൊരു കാളക്കുട്ടി കേട്ടോ. അത് അടിപൊളിയായിട്ട് നല്ല വലുതാവും. നല്ല ഇത് പൂഞ്ഞൊക്കെ ഇപ്പം തന്നെ ഇറങ്ങി വരുന്നുണ്ട്. ഏകദേശം 1 വയസ്സ് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതിൻ്റെ പൂഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇത് പശുക്കളും കുട്ടികളും കേട്ടോ. നിറയെ പാൽ പശുക്കളുണ്ട് വീട്ടിൽ. ക്ഷീരകർഷകരാണെങ്കിൽ ക്ഷീരകർഷകർക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന, ഫാമുകളിൽ വളർത്താൻ പറ്റുന്ന നല്ല ഐറ്റം പാലുള്ള നല്ല അടിപൊളി പശുക്കളുണ്ട് കേട്ടോ. നല്ല പശുക്കളുണ്ട്, ഒരുപാട് പശുക്കൾ. സിന്ധി, അതേപോലെ തന്നെ എച്ചപ്പ്, ഒരുപാട് ഐറ്റംസ് പശുക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഗീർ വിഭാഗത്തിൽപ്പെട്ട ഒരു പശുവിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ. ഇവിടെ അത് കച്ചവടമായി പോയി. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞുണ്ട്, ഒരു മൂരിക്കുട്ടി ഉണ്ട് ഇവിടെ. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എച്ചപ്പ് പശുക്കളൊക്കെ നിറയുണ്ട്. ഇതൊരു പശുവിൻ്റെ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ പശുക്കൾ ഇഷ്ടം പോലെ പശുക്കളുണ്ട് കണ്ടോ. അടിപൊളി എച്ചപ്പ് പശുക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല പാലുള്ള പശുക്കൾ തന്നെ ഉണ്ട് കേട്ടോ. നല്ല പാലുള്ള, അതിൻ്റെ കുട്ടികളുണ്ട്, അതേപോലെ വലിയ പശുക്കളുണ്ട്. കുട്ടിയും പശുവായിട്ടും വാങ്ങാം, പശു തനിയെ വാങ്ങാം, കുട്ടിയെ മാത്രം വാങ്ങാം. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. ഇതൊരു നല്ല അടിപൊളി ആന്ധ്രക്കാള കേട്ടോ. ഇതിൻ്റെ ചൊറുക്ക് കാണുമ്പോൾ തന്നെ വാങ്ങാൻ തോന്നും. അത്ര നല്ല പൂഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് നല്ല കഴുത്തിൻ്റെ ഒക്കെ വണ്ണവും കഴുത്തിൻ്റെ നീളവും അതിൻ്റെ ആ ഒരു വീതിയും വിസ്താരവും കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ചൊറുക്ക് ഭംഗി എന്താ നല്ല അടിപൊളി ഭംഗിയാണ്. ഇങ്ങനത്തെ പോത്തുകളും കാളകളും മൂരികളും പശുക്കളും എല്ലാ ഐറ്റം വിഭാഗം സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതൊരു നാടൻ കാള കേട്ടോ. ഈ നാടൻ കാള ഇത് നമ്മളെ നാട്ടിൻപുറത്ത് വളർന്ന കാളക്കുട്ടി കേട്ടോ. ഇതുപോലത്തെ നാടൻ കാളകളും ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ തന്നെ എന്താ നാടൻ കാള, നല്ല അടിപൊളി നാടൻ കാള കേട്ടോ. നല്ല സൂപ്പർ കാളയാണ്, നല്ല ഉഷിരുള്ളൊരു കാള കേട്ടോ. അത് ഒരാളെ അടുത്തേക്ക് ഇറക്കുമ്പോൾ തന്നെ ഇങ്ങനെ തല ആട്ടിയിട്ടാണ് പോകുന്നത്. ഇത് നല്ലൊരു മൂരിക്കുട്ടി കേട്ടോ. ഇതും വളർത്താൻ പറ്റുന്ന ഒരു മൂരിക്കുട്ടിയാണ്. നല്ല വലുതാവുന്ന ഒരു മൂരിക്കുട്ടി. ഇതാകെ 3 മാസമോ 4 മാസമോ ആയി എന്ന് പറഞ്ഞ് നല്ല അടിപൊളി മൂരിക്കുട്ടി കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് വിവിധ തരങ്ങളിലായ മൃഗങ്ങളും കന്നുകാലികളും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ. അതാണ് ഈ ചട്ടിപ്പറമ്പ് ചന്തൻ്റെ പ്രത്യേകത. ഇത് പശുവും കുട്ടിയുണ്ട്. ഇത് നല്ലൊരു പാൽ പശു കേട്ടോ. പ്രസവിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ എന്ന് പറഞ്ഞ്, 2 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. ഇതൊക്കെ എച്ച് വിഭാഗത്തിൽപ്പെട്ട പശുക്കളുണ്ട്. ഇതുണ്ടോ, നല്ല അടിപൊളി പാലുള്ള നല്ല അടിപൊളി പശുക്കൾ, സൂപ്പർ പശുക്കളാട്ടോ. ഇതേപോലത്തെ ഇതൊരു വെറൈറ്റി എരുമ കേട്ടോ. ഇതും കറവുള്ള എരുമയെന്ന് പറഞ്ഞത്. നല്ല അടിപൊളി എരുമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി കളറ്, വൈറ്റ് കളറായിട്ട് വരുന്ന ഒരു എരുമ കേട്ടോ. നല്ല സൂപ്പർ എരുമ കേട്ടോ.
സൂപ്പറായിട്ട് ഒരുപാട് എരുമകളുണ്ട്. ആ എരുമകളിൽ നിന്നൊരു വ്യത്യസ്തമായ എരുമ, അതാണ് നമുക്ക് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വ്യത്യസ്തം. ഇതൊരു പശുവും കുട്ടിയാണ് കേട്ടോ, നല്ല അടിപൊളി പശുവും കുട്ടിയും സൂപ്പറായിരിക്കണം. ഇതേപോലത്തെ നിരവധി പശുക്കളുണ്ട്, കുട്ടികളുണ്ട്. നമുക്ക് ഏതേ ഇഷ്ടം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് നമുക്ക് പശുക്കളുണ്ട്, കുട്ടികളുണ്ട്, കന്നുകാലികൾ നിറയെ വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ആന്ധ്രയിൽ നിന്ന് വരുന്നുണ്ട്, തെലുങ്കാനയിൽ നിന്ന് വരുന്നുണ്ട്, അതേപോലെ തന്നെ രാജസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇതും ഒരു നാടൻ കാളേട്ടോ, നാടൻ പുറത്ത് വന്നിട്ടുള്ള ഒരു കാളേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഇവിടെ സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഉരുക്കൾ നിറയെ വരുന്നുണ്ട്. ലക്ഷദ്വീപിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ വരുന്നുണ്ട് സാധനം വാങ്ങാൻ കേട്ടോ. അതേപോലെ കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്, അതേപോലെ തന്നെ കർണാടകൻ്റെ ഭാഗങ്ങളായ മംഗലാപുരത്തു നിന്ന് വരുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ഇതര ജില്ലകളിൽ നിന്നും ഇവിടെ കന്നുകാലികൾ വാങ്ങാൻ വരുന്നുണ്ട്. അതേപോലെ കന്നുകാലികൾ വിൽപ്പനക്കും വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഗീർ പശുവിൻ്റെ കുട്ടി കേട്ടത്, ഗീർ പശുവിനെ ഒരാൾ വാങ്ങിപ്പോയി, കച്ചവടമായിപ്പോയി. ഇത് അതിൻ്റെ കുഞ്ഞാട്ടോ. ഇത് ഒരു നല്ലൊരു മോരിക്കുട്ടി. അത് ഒരു 5-6 മാസം നമ്മൾ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യക്ക് വിൽക്കാൻ കിട്ടും കേട്ടോ. നല്ല വളർത്താൻ പറ്റുന്ന ഒരു മോരിക്കുട്ടി, സൂപ്പറാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരും പാലുൽപാദകരും വളർത്തുന്ന ഒരു വിഭാഗം പശുക്കളാണ് ഗീർ വിഭാഗത്തിൽപ്പെട്ട പശുക്കൾ. അതിൻ്റെ പാലിന് തന്നെ ഒരു ഔഷധ ഗുണം പ്രത്യേകത ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പോഷക ഗുണങ്ങൾ കൂടുതലുള്ള പാലാണ് ഈ ഗീർ വിഭാഗത്തിൻ്റെ പാല്. ഇത് നാടൻ പശുക്കളാട്ടോ. നാടൻ പശുക്കൾ ഒരുപാടുണ്ട്, ഒരുപാട് നാടൻ പശുക്കളുണ്ട്. നമ്മൾ ഇനി ഇതുപോലെ വീഡിയോയുമായി നിങ്ങളെടുത്ത് വരുന്ന നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാനാവുള്ളൂ. ഒരുപാട് വീഡിയോകൾ, ഇതുപോലെ കന്നുകാലികളെ വീഡിയോകൾ, അതുപോലെ തന്നെ നിറയെ വ്യത്യസ്തമായ വീഡിയോകളുമായി നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ്. ക്ലേപോട്ട് വ്ളോഗർ എന്ന നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണേ. പശുവും കുട്ടികളും നിരവധി ഉണ്ട് കേട്ടോ. നല്ല പാലുള്ള പശുക്കളാണ്. അതേപോലെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ. പാല് കുടിക്കുന്നുണ്ടില്ലേ, പാല് നിറഞ്ഞു നിൽക്കുന്നുണ്ടില്ലേ. ഒരുപാട് പാലും കിട്ടുന്ന പശുക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ കാഴ്ച കാണേണ്ട കാഴ്ച, ഇതൊരു പശുവും കുട്ടി, ഈ പശുവിൻ്റെ കുട്ടി കേട്ടോ ഈ കുട്ടി. അതുപോലെ തന്നെ നിറയെ പശുവും കുട്ടികളുണ്ട്. ഈ പശുവിൻ്റെ കുട്ടിയാണ് ഇത്. ഒരു ഏരിയ പശുക്കളും കുഞ്ഞുങ്ങളുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. നിറയെ ഏരിയയിലെ പശുക്കളും കുട്ടികളുണ്ട്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണേ. ക്ലേപോട്ട് വ്ളോഗർ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൻ അമർത്തണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നമ്മൾ ക്ലേപോട്ട് വ്ളോഗർ എന്ന ചാനൽ സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ നിങ്ങൾ.